നമസ്കാരം, ഞാൻ ഡോക്ടർ മായ പീതാംബരൻ, ഗാസ്ട്രോൻട്രോളജിസ്റ്റ് ആണ്. നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അത് തികട്ടി വരുന്നുണ്ടോ? നിങ്ങൾക്ക് നെഞ്ചരിച്ചിൽ അനുഭവപ്പെടുന്നുണ്ടോ? ഒരു പക്ഷേ അത് GERD എന്ന ഗ്യാസ്ട്രോ ഇസോഫേജിയൽ റിഫ്ലക്സ് ഡിസീസിൻ്റെ സിംറ്റം ആകാം. എന്താണ് GERD? നമ്മുടെ വയറ്റിനുള്ളിലുള്ള ദഹന പ്രക്രിയയ്ക്ക് ഉതകുന്ന ആസിഡ് അന്നനാളത്തിലേക്ക് മേൽപോട്ട് തികട്ടി വരുന്ന അവസ്ഥയാണ് GERD എന്ന് നമ്മൾ പറയുന്നത്. ഇത് സാധാരണഗതിയിൽ നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അത് താഴോട്ട് ഒരു ദിശയിൽ മാത്രമേ പോകാൻ പാടുള്ളൂ. എന്നാൽ അന്നനാളം ആമാശയം ചേരുന്ന ഭാഗത്ത് അവിടെ ഒരു സ്ഫിൻക്ടർ ഉണ്ട്. അത് ലാക്സ് ആയി കഴിഞ്ഞാൽ നമ്മൾ ആമാശയത്തിലുള്ള ഭക്ഷണവും ആസിഡും മേൽപോട്ട് തികട്ടി വരാം. അതാണ് GERD ആയിട്ട് നമ്മൾ ഡയഗ്നോസ് ചെയ്യുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ഈ GERDയുടെ സിംറ്റംസ്? എന്തൊക്കെയാണ് ഇതിന് ട്രിഗർ ഫാക്ടേഴ്സ്? ചില ഭക്ഷണ പദാർത്ഥങ്ങൾ നമുക്ക് GERDയുടെ ട്രിഗർ ഫാക്ടേഴ്സ് ആയിട്ട് കണ്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് സ്പൈസി ഫുഡ്, അതുപോലെ മിൻറ്റ്, അതായത് പുതിന ഉള്ള ഭക്ഷണങ്ങൾ, കാർബണേറ്റഡ് ഡ്രിങ്ക്സ്, അതായത് നമ്മുടെ ഗ്യാസ് കയറിയിട്ടുള്ള ലിക്വിഡ്സ്, പിന്നെ കോഫി, ആൽക്കഹോൾ, സ്മോക്കിംഗ്, പിന്നെ അമിതവണ്ണം, ഇതൊക്കെ ഈ GERDക്ക് ട്രിഗർ ഫാക്ടേഴ്സ് ആയിട്ട് കാണാറുണ്ട്. പലപ്പോഴും ഈ സിംറ്റംസ് നമ്മുടെ ഒരു പോപ്പുലേഷൻ നോക്കിയാൽ ഒരു 10 മുതൽ 20% ആളുകളിൽ ഈ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാറുണ്ട്. എന്നാൽ ഒരു 1-2% താഴെ ആളുകൾ മാത്രമേ ഡോക്ടറെ പോയി കാണാറുള്ളൂ. അപ്പോൾ എന്തൊക്കെയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട സിംറ്റംസ്? അതിൽ ഏറ്റവും പ്രധാനം നെഞ്ചരിച്ചിൽ തന്നെയാണ്. അതായത് നെഞ്ചിൻ്റെ ഭാഗത്ത് എരിച്ചിൽ അനുഭവപ്പെടുക. ചിലർക്ക് ചെസ്റ്റ് പെയിൻ, അതായത് നെഞ്ച് വേദനയായിട്ട് അനുഭവപ്പെടാറുണ്ട്. ചിലർക്ക് തൊണ്ടയുടെ ഭാഗത്തായിരിക്കും ബുദ്ധിമുട്ട് പറയുന്നത്. ചിലപ്പോൾ നമ്മൾ കഴിച്ച ഭക്ഷണം വായിലേക്ക് തികട്ടി വരുന്ന അവസ്ഥ, റീഗജിറ്റേഷൻ എന്ന് പറയും, അത് ഉണ്ടാവാറുണ്ട്. പിന്നെ ചില ആളുകൾ വളരെ വ്യത്യസ്തമായ പല സിംറ്റംസ് വരും. ചിലപ്പോൾ അവർ പറയും അവർക്ക് ചേഞ്ച് ഇൻ വോയിസ്, അതായത് ശബ്ദത്തിൻ്റെ ഉള്ള ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ, നിർത്താത്ത ചുമ, പ്രത്യേകിച്ച് രാത്രിയുള്ള ചുമ. പിന്നെ ചെറിയ ഒരു ശതമാനം ആളുകളിൽ അവർക്ക് ആസ്മ അല്ലെങ്കിൽ വീസിങ് ഉള്ള ആളുകളിൽ ഈ വീസിങ് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയും ഈ GERD ഉള്ള രോഗികൾ കാണാറുണ്ട്. പലപ്പോഴും ഇത് GERD മൂലമാണെന്ന് കണ്ടുപിടിക്കപ്പെടാതെയും അത് മറ്റ് പല കാരണങ്ങളാണെന്ന് വിചാരിച്ച് ട്രീറ്റ്മെൻറ്റ് ചെയ്ത് അതിനുള്ള ട്രീറ്റ്മെൻറ്റ് കറക്റ്റ് ആവാതെ പോകാറും ഉണ്ട്. ഇത് എങ്ങനെയാണ് ഇപ്പം നമ്മൾ ഇതൊക്കെയാണ് രോഗലക്ഷണങ്ങൾ. അപ്പോൾ ഈ ഒരു രോഗലക്ഷണമായിട്ട് ഒരാൾ വന്നാൽ നമ്മൾ എങ്ങനെയാണ് ഇത് GERD ആണ് അല്ലെങ്കിൽ റീഫ്ലക്സ് ഡിസീസ് ആണെന്ന് നമ്മൾ ഡയഗ്നോസ് ചെയ്യുന്നത്? എപ്പോഴും ഏറ്റവും പ്രധാനം ഈ രോഗിയുടെ സിംറ്റം ലക്ഷണങ്ങൾ തന്നെയാണ്. ഈ GERD ഉള്ള എല്ലാ ആളുകൾക്കും നമുക്കൊരു എൻഡോസ്കോപ്പി ചെയ്യേണ്ട ആവശ്യകതയില്ല. സിംറ്റം കേട്ട് കഴിഞ്ഞാൽ തന്നെ റീഫ്ലക്സ് ഡിസീസ് ആണെന്ന് നമുക്ക് മനസ്സിലാവും. എന്നാൽ ചെറിയൊരു ശതമാനം ആളുകൾ, പ്രത്യേകിച്ച് നമുക്ക് മെഡിസിനോട് പ്രതികരിക്കാത്ത ആളുകളിലോ അല്ലെങ്കിൽ മറ്റു ചില അലാം സിംറ്റംസ് ഉള്ള ആളുകളിലോ നമ്മൾ ഒരു പക്ഷേ ഒരു എൻഡോസ്കോപ്പി ആവശ്യപ്പെടാം. ചെറിയൊരു ശതമാനം ആളുകളിൽ അഡ്വാൻസ്ഡ് ടെസ്റ്റായ 24-hour pH മെട്രി എന്ന് പറയും. അത് 24 മണിക്കൂർ അന്നനാളത്തിലേക്ക് വരുന്ന ആസിഡ് റിഫ്ലക്സ് പഠിക്കുന്ന പരിശോധനയാണ് 24-hour pH സ്റ്റഡി. ഇതിൻ്റെ എന്തൊക്കെയാണ് ഇതിൻ്റെ ചികിത്സ ഇപ്പോൾ ലഭ്യം? അതിൽ 3-4 ആയിട്ട് നമുക്കിത് തരംതിരിക്കാം. ഒന്ന്, ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ്, അതായത് നമ്മൾ ജീവിതചര്യയിലെ പല മാറ്റങ്ങൾ കൊണ്ട് തന്നെ ഈ റീഫ്ലക്സ് ഡിസീസിന് ഫലപ്രദമായ ഒരു പ്രയോജനം കിട്ടും. രണ്ടാമത്തേത് മെഡിക്കൽ ട്രീറ്റ്മെൻ്റ് ആണ്. മൂന്നാമത്തേത് എൻഡോസ്കോപ്പിക് തെറപ്പി. ചെറിയൊരു ശതമാനം ആളുകൾ നമുക്ക് സർജറി കൂടി ചെയ്യേണ്ടി വരാം. ലൈഫ് സ്റ്റൈൽ മെഷേഴ്സ് എപ്പോഴും വളരെ ഇഫക്റ്റീവായ ട്രീറ്റ്മെൻറ്റാണ്. അത് ആളുകൾ കറക്റ്റായിട്ട് പലപ്പോഴും അത് ഫോളോ ചെയ്യാത്തതിൻ്റെ കുഴപ്പമാണ് അതിൻ്റെ ഫലം പൂർണ്ണമായും കിട്ടാത്തത്. അതിൽ ഒന്ന്, ഇതിൻ്റെ ട്രിഗേഴ്സ് ആയിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ അവോയ്ഡ് ചെയ്യുക. ദാറ്റ് ഇൻക്ലൂഡ്സ് ആൽക്കഹോൾ, കാഫീൻ, കാർബണേറ്റഡ് ഡ്രിങ്ക്സ്, മിൻറ്റ്, സ്പൈസി ഫുഡ്, ഇതെല്ലാം അവോയ്ഡ് ചെയ്യുക. കാരണം ഓൾറെഡി ലാക്സ് ആയിട്ടിരിക്കുന്ന സ്ഫിൻക്ടർ, അതായത് ഈസോഫാഗ്, ഞാൻ പറഞ്ഞ അന്നനാളം ആമാശയം ചേരുന്നതിനുള്ള സ്ഫിൻക്ടർ ടോൺ ഓൾറെഡി കുറവായിരിക്കുകയാണ്. ഈ ഭക്ഷണ പദാർത്ഥങ്ങൾ അത് പിന്നെയും കുറയ്ക്കും. അവോയ്ഡ് സ്മോക്കിംഗ്, ആൽക്കഹോൾ, പിന്നെ ഒബീസിറ്റി, അമിതവണ്ണം, ഇതെല്ലാം കുറയ്ക്കുന്നത് വളരെ പ്രധാനമാണ്. പിന്നെ നമ്മൾ ഭക്ഷണം കഴിക്കുന്ന രീതി പ്രധാനമാണ്. അതായത് എപ്പോഴും ഈ വയറ് വളരെയധികം നിറഞ്ഞു കഴിഞ്ഞാൽ റീഫ്ലക്സ് ടെൻഡൻസി കൂടുകയാണ്. അപ്പോൾ അങ്ങനെയുള്ളവരോട് നമ്മൾ പറയും സ്മോൾ ഫ്രീക്വൻറ്റ് ഫീഡ്. ഇപ്പോൾ വളരെയധികം വയറ് കുത്തി നിറച്ച് കഴിക്കാതിരിക്കുക, ചെറിയ ചെറിയ ഭാഗങ്ങളായിട്ട് കഴിക്കുന്നതായിരിക്കും ഇങ്ങനെയുള്ള രോഗികൾക്ക് നല്ലത്. പിന്നെ രാത്രി നമ്മൾ കിടക്കുന്നതിന് തൊട്ട് മുമ്പേ ഭക്ഷണം കഴിച്ചിട്ട് കിടന്നു കഴിഞ്ഞാൽ റിഫ്ലക്സ് ചെയ്യാനുള്ള ടെൻഡൻസി കൂടുതലാണ്. അപ്പോൾ അങ്ങനെയുള്ള ആളുകളോട് നമ്മൾ 2 മുതൽ 3 മണിക്കൂർ മുമ്പേ
അത്താഴം കഴിക്കുക, അതായത് കിടക്കുന്ന 2-3 മണിക്കൂർ മുമ്പേ അത്താഴം കഴിക്കുക എന്നുള്ളത് പ്രധാനമാണ്. പിന്നെ ലേറ്റ് നൈറ്റ് സ്നാക്കിങ്, ഇപ്പോൾ പലപ്പോഴും നമ്മൾ നൈറ്റ് ലൈഫാണ് നമ്മൾ പലപ്പോഴും ആൾക്കാർ ഫോളോ ചെയ്യുന്നത്. അപ്പം രാത്രി ഉള്ള ഭക്ഷണം കഴിയുന്നതും അവോയ്ഡ് ചെയ്യാം. പിന്നെ ഒരു ചെറിയ ടിപ്പ് നമുക്ക് പറയാനുള്ളത്, നമ്മൾ കിടക്കുന്ന കട്ടിലിൻ്റെ ഹെഡ് എൻഡ് ഒന്ന് ഉയർത്തി കൊടുത്താൽ, അതൊരു ചെറിയൊരു ഇഷ്ടിക ഹൈറ്റ് കൊടുത്താൽ മതി, 30 ഡിഗ്രി ആംഗിൾ കിട്ടും. അത് റീഫ്ലെക്സ് ഉണ്ടാവാൻ കുറയ്ക്കും. പിന്നെ നമുക്ക് ഇതെല്ലാം ചെയ്തിട്ടും ബെറ്റർ ആവുന്നില്ല എന്നുള്ള രോഗികളിൽ നമ്മൾ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ്, ആസിഡ് സപ്രഷൻ, ആസിഡ് ഉണ്ടാകുന്നത് കുറയ്ക്കുന്ന മെഡിസിൻസ്, ആസിഡ് ന്യൂട്രലൈസിങ് മെഡിസിൻസ്, അതായത് ആസിഡിൻ്റെ എഫക്റ്റ് കുറയ്ക്കുന്ന മെഡിസിൻസ്, അങ്ങനെ പല ചികിത്സാ മെഡിസിൻസ് ഇപ്പോൾ ലഭ്യമാണ്. ഇതിലെല്ലാം ഇംപ്രൂവ്മെൻ്റ് ആകാത്ത ഹയറ്റസ് ഹെർണിയ എൻഡോസ്കോപ്പിയിൽ കണ്ട രോഗികളിൽ നമുക്കിപ്പോൾ എൻഡോസ്കോപ്പി വഴി ഇതിൻ്റെ ഈ സ്പിൻഡറിൻ്റെ ടോൺ കുറയ്ക്കാൻ പറ്റില്ലെങ്കിൽ ഈ ജംഗ്ഷൻ്റെ വ്യാസം കുറയ്ക്കാൻ വേണ്ടി ആർമ മുതലായ എൻഡോസ്കോപ്പിക് ചികിത്സകൾ ഇപ്പോൾ ലഭ്യമാണ്. അതിലും റെസ്പോണ്ട് ചെയ്യാത്ത ഒരു വളരെ ചെറിയ ശതമാനം ആളുകളിൽ നമുക്ക് ഒരുപക്ഷെ സർജറി കൂടി ലാപ്രോസ്കോപ്പിക് ഫണ്ടോപ്ലിക്കേഷൻ എന്ന് പറയും ചിലപ്പോൾ ചെയ്യേണ്ടി വരാം. നിങ്ങളിൽ ഞാൻ മേൽ പറഞ്ഞ സിംറ്റംസ് ഉള്ള ആളുകൾ സ്വയം ഡയഗ്നോസ് ചെയ്യാതെ ഒരു ഡോക്ടറെ കണ്ട് അവരുടെ നിർദ്ദേശപ്രകാരം ലൈഫ് സ്റ്റൈൽ മെഷേഴ്സും മെഡിക്കേഷൻസും എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വളരെ ആശ്വാസം കിട്ടുകയും റീഫ്ലെക്സ് ഡിസീസ് ഒരു പരിധി വരെ കൺട്രോൾ ചെയ്യാനും നമുക്ക് സാധിക്കും. ഈ വീഡിയോ ഇഷ്ടമായ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.